കുടുംബ ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ ശക്തമായതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ. കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ദൈവവചന പഠനവും ഇല്ലാത്ത കുടുംബങ്ങൾ വഴിവഴുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് മറക്കരുത്. ജീവസന്ദേശത്തിൻ്റെ കൊലോസ്യ ലേഖന പഠനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടിയായി തീരുന്ന ഒരു വ്യക്തിയുടെ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. മനുഷ്യൻ്റെ ആത്മാവിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ഫലങ്ങൾ അവൻ്റെ സകല ജീവിത ബന്ധങ്ങളിലും പ്രകടമാകുന്നത് വ്യക്തമായി ദർശിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപൈതലായി തീർന്നവരുടെ വിവിധ ബന്ധങ്ങളെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ദിവസം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും ചിന്തിക്കുവാൻ ആരംഭിച്ചത്. വിശുദ്ധ പൗലോസ് കൊലോസിയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഉപദേശപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പ്രായോഗികമായ വിഷയങ്ങളിലേക്ക് പ്രവേശിച്ചു. 3-4 അധ്യായങ്ങളിൽ ദൈനംദിന ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. ആദ്യമായി വ്യക്തിപരമായ ജീവിതത്തിലെ ദൈവവുമായുള്ള ബന്ധത്തിലെ വിശുദ്ധിയെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. തുടർന്ന് വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയതിൽ ആദ്യം കുടുംബത്തിലെ ബന്ധങ്ങൾ പൗലോസ് വിഷയമാക്കി. ഓർക്കണം, ഏതൊരു വ്യക്തിയും കുടുംബ ബന്ധങ്ങളിലാണല്ലോ ആരംഭിക്കുന്നത്. കുടുംബത്തിലെ ബന്ധങ്ങൾ തകർന്നാൽ ജീവിതമേ തകർച്ചയിലായിരിക്കും. പലരും ഇത് വളരെ ലാഘവത്തോടെയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടൊരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധവും ഭർത്താവിന് ഭാര്യയോടുള്ള ബന്ധവും മക്കൾക്ക് അമ്മയപ്പന്മാരോടുള്ള ബന്ധവും അമ്മയപ്പന്മാർക്ക് മക്കളോടുള്ള ബന്ധവും അങ്ങനെ അടിസ്ഥാനപരമായ ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. അതാണ് അടിസ്ഥാനപരമായ ബന്ധങ്ങൾ. കുടുംബത്തിലെ വിശുദ്ധി എന്ന വിഷയമാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ നാം കാണുന്നത്. എഫേസ്യ ലേഖനത്തിൽ താൻ കൈകാര്യം ചെയ്ത അതേ വിഷയങ്ങളാണ് ഇവിടെയും കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു പ്രധാന വ്യത്യാസം, എഫേസ്യ ലേഖനത്തിൽ ഈ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മുമ്പ് പൗലോസ് അവരോട് പറഞ്ഞത് ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്നത്രേ. എന്നാൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതുപോലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മുമ്പ് പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നത്രേ. ഇത് ഇങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ, അതായത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 18-ാം വാക്യവും ഇവിടെയും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ ഒരു അടുത്ത ബന്ധം ഇവ തമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയുള്ള ഒരു വിഷയമാകുന്നു ഇത് എന്ന് മറക്കരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്താൽ നിറയുക എന്നും അർത്ഥമുണ്ടെന്ന് ഈ 2 ഭാഗങ്ങൾ എടുക്കുമ്പോൾ വ്യക്തമാണല്ലോ. ദൈവവചനം ദൈവാത്മപ്രേരിതമാണ്. ദൈവവചനം താങ്കളിൽ ഐശ്വര്യമായി വസിക്കുന്നു എങ്കിൽ, അത് സമൃദ്ധിയായിട്ടുണ്ടെങ്കിൽ താങ്കൾ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ്. ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ താങ്കൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനോ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതിനോ കഴിയുകയില്ല എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവചനം ഐശ്വര്യമായി വസിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി അനുഭവപ്പെടുന്നത്. ദൈവവചനത്തെ മറികടന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ.
അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വതവേ പ്രകടമാകുവാൻ ആരംഭിക്കും. അതിൻ്റെ പ്രതിഫലനം ജീവിതത്തിൻ്റെ എല്ലാ ഇടത്തും, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ അത് കുടുംബത്തിൽ കാണാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നത്. പള്ളിയിലെ മൂപ്പനായിരിക്കും, സൺഡേ സ്കൂളിലെ അധ്യാപകനായിരിക്കും, എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിരിക്കും, എന്നാൽ വീട്ടിലെ അടി കഴിഞ്ഞ് നേരമില്ല. സുഹൃത്തെ, ഇതാകുന്നു താങ്കളുടെ അവസ്ഥയെങ്കിൽ ഇതുവരെ ക്രിസ്തുവുമായി താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് മനഃപൂർവ്വമായി ഒന്ന് പരിശോധിക്കൂ. ദൈവവചനത്തിലേക്ക് മടങ്ങി വരൂ. ഏതായാലും വിശുദ്ധ പൗലോസ് പറയുന്ന ഭാഗം തന്നെ നമുക്ക് നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. കുടുംബത്തിലെ ശരിയായ ക്രമത്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭർത്താവിനെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഒരു ക്രിസ്തീയ ഭവനത്തിലെ, അതെ, ഭാര്യയും ഭർത്താവും ദൈവമക്കളായിട്ടുള്ളൊരു കുടുംബത്തിലെ ക്രമം എന്തായിരിക്കണമെന്നത്രേ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവമക്കളായി തീർന്നിട്ടില്ലാത്തവർക്ക് ഈ വാക്യം ഭാര്യയെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അടിമയായി വയ്ക്കുവാൻ മാത്രമേ ഉപകരിക്കൂ. ദൈവം മുൻപാകെ എല്ലാവരും ഒരുപോലെയാണല്ലോ. എന്നാൽ നേതൃത്വം കൊടുക്കുവാൻ ആരെങ്കിലുമൊക്കെ വേണം. അത് സ്വാഭാവികമാണ്. അതൊരു പദവി എന്നതിനേക്കാൾ ഒരു ഉത്തരവാദിത്തമാകുന്നു എന്നോർക്കണം. ഒരു കമ്പനിയിൽ 10 പേർ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുവാനും വെളിയിലുള്ളവരുമായി ബന്ധപ്പെടുവാനും എല്ലാം ആരെയെങ്കിലും ഒരു വ്യക്തി നേതൃത്വം എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ അയാളുടെ അടിമകളാകുന്നു എന്നർത്ഥമില്ല. പിന്നെയോ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷം. രക്ഷിക്കപ്പെടാത്ത അനേകം ഭർത്താക്കന്മാർ ഈ വാക്യം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട തങ്ങളുടെ ഭാര്യമാരെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പ്രിയ സുഹൃത്തെ, പൗലോസ്ലീഹ പറയുന്നത് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ എന്നാണ്. താങ്കൾ കർത്താവിലായിട്ടുണ്ടോ? കർത്താവിനോട് കൂടെയുള്ള അവളുടെ നടപ്പിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭർത്താവിന് അവൻ്റെ ഭാര്യ കീഴടങ്ങിയിരിക്കണമെന്നല്ല പൗലോസ് ഇതിൽ നിന്നും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഉപാധി കൊണ്ടുവന്നാട്ടെ, ഈ വാക്യം എടുക്കണ്ട. ഞാൻ ആരുടെയും വീട്ടിൽ വഴക്കുണ്ടാക്കുവാൻ പറയുകയല്ല. ശ്രദ്ധിച്ചു പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. അനേകം സഹോദരിമാർ തങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനം ഞങ്ങളോട് പറയാറുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ടാണ് അവർ ഇത് പറയുന്നത്. മദ്യപിച്ച് വന്നിട്ട് നീ പ്രാർത്ഥിക്കാൻ നടക്കുന്നു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്നല്ലടി പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം ചെയ്തു കൊള്ളണം എന്നാക്രോശിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ പ്രമാണമൊന്നുമില്ല കേട്ടോ. പിന്നെ പാവം സ്ത്രീകൾ കീഴടങ്ങുന്നത് വലിയ കാര്യം എന്ന് കണ്ടുകൊള്ളുക. ഈ അത്യാധുനിക യുഗത്തിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ സ്ത്രീകളെ അടിമകളെപ്പോലെ കാണുന്നത് മൃഗീയമാണ്, ദൈവവചനത്തിന് വിരുദ്ധമാണ്. അവിശ്വാസിയായ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഭാര്യ അവനെ നേടണമെന്ന, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന ഒരൊറ്റ ചിന്തയാൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അതുകൊണ്ട് ഭർത്താവിനെ കർത്താവിന് വേണ്ടി നേടുന്നതിലേക്ക് ആവശ്യമായ പ്രാർത്ഥനയും സ്വഭാവ രൂപീകരണവും എല്ലാം ആവശ്യമാണ്. വചനത്തിന് വിപരീതമായി ചെയ്യുവാൻ ഭർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഭാര്യ കീഴ്പ്പെടേണ്ടതില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ സംഘർഷം ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് 2 ദൈവമക്കൾ തമ്മിൽ മാത്രമേ വിവാഹബന്ധത്തിൽ ഒന്നിച്ചു ചേരാവൂ എന്ന് ബൈബിൾ നിഷ്കർഷിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നത് കുതിരയെയും കഴുതയെയും കെട്ടി വണ്ടി ഓടിക്കുന്നത് പോലെ ആയിരിക്കും വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ബന്ധമെന്നാണ്. യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ തുടങ്ങുമ്പോൾ മാത്രമേ സുഖമറിയൂ. നമ്മുടെ ആയുസ് പാഴാക്കുവാനുള്ളതല്ല, ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ളതാണ്. കുടുംബ ബന്ധത്തെ പിടിച്ചു നിർത്തുന്ന വ്യക്തി ദൈവമാണ്. അതെ, പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് ഉണ്ടാകുന്നതല്ല ഈ കാര്യം, ഓർത്തോണം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ദൈവമക്കളായിരിക്കുന്നതിലൂടെയാണ് കുടുംബ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം
ഭദ്രമാകുന്നത്, സന്തുഷ്ടമാകുന്നത്. അങ്ങനെ ആ ബന്ധം ശക്തിപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായുള്ള ദൈവവചന പഠനത്തിലൂടെയാണ്. കുടുംബ ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ ശക്തമായതാണ് ദൈവത്തിൻ്റെ വചനം. കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ദൈവവചന പഠനവും ഇല്ലാത്ത കുടുംബങ്ങൾ വാസ്തവത്തിൽ വഴുവഴുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വീഴാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ മനുഷ്യരുടെ ഇടയിൽ സന്തോഷത്തിൻ്റെ ഇരിപ്പിടമായി കുടുംബത്തെ പൗലോസ് ദർശിച്ചു. ജ്ഞാനവാദികളുടെ, അതായത് നോസ്റ്റിക്സിൻ്റെ സന്യാസമോ അമിത ഭോഗേച്ഛയോ കുടുംബ ഭദ്രതയെ തകർത്തിരിക്കുന്നു. ക്രിസ്തീയ സഭയുടെ ഞാറ്റുകണ്ടമായി പൗലോസ് കുടുംബത്തെ കണ്ടു. അപ്പോസ്തലന്മാർ കുടുംബ ഭദ്രതയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്നതിന് ഇതുപോലെയുള്ള വേദഭാഗങ്ങൾ തെളിവാണ്. ഇത്രയും സമയം ഭാര്യമാരോടുള്ള നിർദ്ദേശമായിരുന്നെങ്കിൽ ഇനിയും ഭർത്താക്കന്മാരോട് പൗലോസ് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 19-ാം വാക്യം, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയുമരുത്. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനാണ് അവൻ്റെ ഭാര്യ കീഴടങ്ങിയിരിക്കേണ്ടത്. കുടുംബത്തിൽ നേതൃത്വം വഹിക്കേണ്ടത് അവളല്ല, പിന്നെയോ നായകത്വം വഹിക്കുവാൻ അവൾ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഭർത്താക്കന്മാർ സ്നേഹിക്കുവാൻ പറയുമ്പോൾ ആ കാര്യത്തിലും അവരാണ് നേതൃത്വം വഹിക്കേണ്ടത്. ഇവിടെ പറയുന്ന സ്നേഹത്തിൽ ശ്രദ്ധ, ബഹുമാനം, ശുശ്രൂഷ, സമൂഹത്തിൽ അവളുടെ സ്ഥാനം, അവളുടെ ആഗ്രഹത്തിന് കീഴ്പ്പെടൽ, അവളിൽ തന്നെ വിശ്വാസം അർപ്പിക്കൽ, ക്രിസ്തുവിൽ അവളുമായുള്ള ഐക്യം ഇത്യാദി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുമെന്ന് മറക്കരുത്. ഇതിൽ കൂടുതൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് അഭിലഷിക്കുവാനുള്ളത്? അവനൊരിക്കലും ഒരു സ്വേച്ഛാധിപതി പോലെ പെരുമാറരുത്. അവളുമായുള്ള എല്ലാ ബന്ധങ്ങളിലും സ്നേഹമായിരിക്കണം ഭരണം നടത്തേണ്ടത്. ത്യാഗപൂർവമായ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പിന്നെ സ്വാർത്ഥത അന്വേഷിക്കില്ലല്ലോ. തൻ്റെ ജീവിത പങ്കാളിയുടെ, അതെ, താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവളുടെ ഇഷ്ടങ്ങളാണല്ലോ കണക്കിലെടുക്കേണ്ടതൊരു ഭർത്താവ്. എന്നുകണ്ട് അടിച്ചു വിട്ടു പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ആപത്തിൽ ചാടാതെ സൂക്ഷിക്കുന്നതും ശിക്ഷണത്തിൽ നടത്തുന്നതും. സ്നേഹം ഉള്ളിലുണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് പ്രകടമാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ള വഴികൾ തീർച്ചയായിട്ടും ആലോചിക്കണം. സ്നേഹം കൊണ്ട് ഏതൊരു കഠിന ഹൃദയത്തെയും നേടാമെന്ന് മറക്കരുത്. ചിലർക്ക് പിന്നെ സ്നേഹത്തെക്കാൾ തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അർത്ഥശൂന്യമായതിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെയുള്ളവരെ ശരിയാക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും മടിക്കുന്ന കുടുംബങ്ങൾ തകർന്നത് തന്നെ. ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, പിന്നെ ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് എന്ന ചിന്തയാണ് പലർക്കും. വേണമെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കട്ടെ, ഞാൻ ഇപ്പോൾ മിണ്ടുവാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള ശാഠ്യ സ്വഭാവങ്ങളാണ് ആകെ വഷളാക്കുന്നത്. തുറന്ന സമീപനമാണ് എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഭാര്യ തുറന്ന് സംസാരിക്കുമ്പോൾ അവളെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ഭർത്താവ് ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്തതായി ഒരു കാര്യവും ഉണ്ടായിരിക്കരുത്. പിന്നെ പഴയ കഥകൾ വല്ലതും ഉണ്ടെങ്കിൽ പറയുന്നത് ആളെ പഠിച്ചിട്ടും മാത്രം വേണം. ചിലർക്കത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. വിശുദ്ധ പൗലോസ് ഭർത്താക്കന്മാരോട് പറയുന്നത് ഭാര്യമാരോട് കയ്പായിരിക്കരുത് എന്നത്രേ. അവരോട് കർക്കശമായി പെരുമാറരുത്. ഇതിൽ വിദ്വേഷം, കോപം എന്നിവ മാത്രമല്ല, ക്രൂരതയും ഉൾപ്പെടുന്നുണ്ട്. സ്ത്രീകൾ പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇതിന് പ്രധാന കാരണം പലരും വിവാഹം കഴിക്കുന്നത് ഒരു വ്യക്തിയെയല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കുവാൻ കഴിയുന്നില്ല ഭർത്താക്കന്മാർക്ക്. ചിലർ വീട്ടിൽ ജോലി ചെയ്യുവാൻ ആളില്ലാത്തതിനാൽ, അല്ലെങ്കിൽ അമ്മയെ സഹായിക്കുവാൻ, ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏതോ ഒരു പെണ്ണിൻ്റെ അപ്പന് പണമുണ്ടായിരുന്നതിനാൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പണത്തെയും കല്യാണം കഴിച്ചു. ഇനിയും ഭാവി ഭദ്രത നോക്കിയും ശാരീരിക സൗന്ദര്യം നോക്കിയും കുടുംബം നോക്കിയും ജോലി നോക്കിയും ഒക്കെ കല്യാണം കഴിച്ചവർ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തകർന്നു പോകുന്നത് കാണുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തുഷ്ടനായ ഭർത്താവ്, സന്തുഷ്ടയായ ഭാര്യ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രശോഭിക്കും എന്ന് മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ കുടുംബജീവിതം സന്തുഷ്ടമാണോ?
ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ അത്യന്തം സന്തോഷം അനുഭവിക്കും. ഇനി കുടുംബത്തിലെ അടുത്ത പ്രധാന ബന്ധത്തെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. 20-ാം വാക്യം ഞാൻ വായിക്കട്ടെ. 20-ാം വാക്യം: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവർ തങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. എന്നാൽ അവർ കുട്ടികളായിരിക്കുമ്പോൾ ചെറുപ്രായത്തിൽ അനുസരിക്കുകയാണ് വേണ്ടത്. എന്നും മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. എന്നാൽ കുട്ടിയും വളരേണ്ടതുണ്ട്. സ്വയം തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുന്ന പക്വതയിൽ മക്കൾ എത്തേണ്ടതുണ്ട്. 25 വയസ്സുള്ള ഒരു യുവാവ് അമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് പിടിവിടാതിരിക്കണം എന്ന അർത്ഥമല്ലിവിടെ. മക്കളും കൊച്ചുമക്കളുമായ പലരും ഇന്നും തങ്ങളുടെ അമ്മയുടെയും അപ്പൻ്റെയും ആജ്ഞകൾക്ക് കാതോർത്തിരിക്കുന്ന ബാലിശമായ കാഴ്ച നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. എന്നിട്ട് അവർ ചിന്തിക്കുന്നത് ദൈവവചനപ്രകാരം തങ്ങൾ പോകുന്നതിനാൽ കൂടുതൽ അനുഗ്രഹം ലഭിക്കുമെന്നാണ്. ഇനിയും ചില മാതാപിതാക്കളുടെ നിഷ്കർഷ സ്വഭാവം മക്കൾ എത്ര പ്രായമായാലും തങ്ങളുടെ വരുതിയിൽ തന്നെ നിൽക്കണമെന്നത്രേ. 90 കഴിഞ്ഞ അപ്പച്ചനോട് ചോദിച്ച് കാശ് വാങ്ങിയെങ്കിൽ ഇന്നും ഉപ്പും മുളകും വാങ്ങുവാൻ കഴിയൂ എന്ന സ്ഥിതിയാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും പക്വതയായാൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ പഠിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. കൗമാരപ്രായത്തിലെത്തിയ അനേകർ ഇന്നാളുകളിൽ തങ്ങളുടെ മാതാപിതാക്കളോട് എതിർക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ കെട്ടുപാടിൽ നിന്നും വെളിയിൽ വരുവാനുള്ള ഒരു പ്രേരണ ഈ യുവാക്കളുടെ ഹൃദയത്തിൽ ദൈവമാണ് ഇട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ആ എതിർപ്പുണ്ടാകുന്നത്. അതിനെ ശരിയായ പാതയിൽ നാം നയിക്കണം. തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. എന്നാൽ സ്വതന്ത്രരാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം അത്. അങ്ങനെ ചെയ്യുമ്പോൾ മക്കൾ അനുഗ്രഹീത അവസ്ഥയിലായിത്തീരും. എല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. ദൈവമുള്ള മാതാപിതാക്കൾ ഒരു നിധിയാണ്. ഈ ആയുസ്സിൽ അത് ലഭിച്ചിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഭക്തരായ മാതാപിതാക്കന്മാരെ എന്നും അനുസരിക്കുവാൻ തോന്നും. അത് നല്ലതുമാണ്. എന്നാൽ മക്കൾ പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ ഞാൻ പറയുന്നത് പോലെ തന്നെ പോകണമെന്ന് മാതാപിതാക്കന്മാർ ശഠിക്കുന്നതാണ് തെറ്റ്. മക്കളുടെ ഉത്തരവാദിത്വം പറഞ്ഞു കഴിഞ്ഞ് ഇനിയും പിതാക്കന്മാരോടാണ് പൗലോസ് സംസാരിക്കുന്നത്. 21-ാം വാക്യം: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ഇത് രസകരമായിരിക്കുന്നില്ലേ? ഓർക്കണം, മോശയുടെ ന്യായപ്രമാണത്തിൽ കൽപ്പന മക്കൾക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ. മാതാപിതാക്കന്മാർക്ക് കൽപ്പന കൊടുത്തിരുന്നില്ല. ഒരു കുട്ടി ദൈവഹിതം മനസ്സിലാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്ക് നൽകിയിരുന്നു എന്ന് സദൃശവാക്യങ്ങൾ 22:6 വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നുള്ളതാണ്. മക്കളെ അഴിച്ചുവിട്ട് വളർത്തുന്നത് പോലെ തന്നെ ദോഷമുണ്ടാക്കുന്നതാണ് അവരെ ആവശ്യമില്ലാതെ ശിക്ഷിക്കുന്നതും ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നതും. മക്കൾ ചെയ്യുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയും വിവേകമില്ലാത്ത ശിക്ഷാക്രമം തുടരുകയും ചെയ്യുന്നത് മക്കളെ പ്രകോപിപ്പിക്കും. കൂടുതൽ കാർക്കശ്യം കാണിച്ചാൽ അനുസരണമില്ലാതെയാകും. കുട്ടിയുടെ അനുസരണം സ്നേഹത്തിലും അഭിനന്ദനത്തിലും പരിപോഷിപ്പിക്കപ്പെടണം. ഭയം പ്രവർത്തനത്തെ തളർത്തുന്നു, സേവനത്തെ അതില്ലാതാക്കുന്നു. കുട്ടികളുടെ സ്നേഹവും വിശ്വാസവും ആർജിക്കുവാൻ പിതാക്കന്മാരും മാതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അവരെ സ്നേഹിക്കുന്നവരെ തേടി അവർ ഭവനത്തിന് പുറത്തു പോവുകയും അങ്ങനെ തെരുവിൻ്റെ സന്തതിയായി മാറുകയും ചെയ്യും. കടുവയെ കാണുന്നത് പോലെയാണ് ചില കുഞ്ഞുങ്ങൾ തങ്ങളുടെ പിതാക്കന്മാരെ കാണുന്നത്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. നിങ്ങളെ ആരെയെങ്കിലും കടുവ എന്ന് നാട്ടിൽ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുദ്ദേശിച്ചതല്ല. കെട്ടിപ്പിടുക്കുന്നതിനുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പൗലോസ് തന്നിട്ടുണ്ട്. ഇനിയും അടുത്തതായി തൊഴിൽ രംഗത്തെ വിശുദ്ധിയാണ് വായിക്കുന്നത്. 22-ാം വാക്യം: ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല,
കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. പൗലോസിൻ്റെ കാലത്തെ യവനരും റോമാക്കാരും അടിമകളെ മനുഷ്യരായല്ല സ്ഥാവര ജംഗമ സ്വത്തായി കരുതി വന്നു. അടിമയ്ക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു. ക്രിസ്തുവും അപ്പോസ്തലന്മാരും അടിമത്തത്തിനെതിരായി എന്തുകൊണ്ട് പോരാടിയില്ല എന്ന ചോദ്യം എക്കാലത്തും കേട്ടുവരാറുള്ളതാണ്. സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ഒരു വ്യവസ്ഥിതിക്കെതിരായും അവർ പോരാടിയില്ല എന്നത് തന്നെ കാരണം. ആദ്യം വൃക്ഷം നന്നാക്കുക, അപ്പോൾ ഫലവും നന്നായിക്കൊള്ളും. അതായിരുന്നു പ്രമാണം. വ്യവസ്ഥിതിയെ നന്നാക്കുവാനുള്ള ഏക മാർഗം പൊതുജന ധാരണ ഉണർത്തി ഉദ്ദീപിപ്പിക്കുകയും അങ്ങനെ തിന്മ ക്ഷയിച്ചു പോകുകയും ചെയ്യും. നോക്കണേ, മനുഷ്യനെ കരുപിടിപ്പിക്കുക, മനുഷ്യൻ വ്യവസ്ഥിതിയെ കരുപിടിപ്പിച്ചുകൊള്ളും. അതുകൊണ്ട് ക്രിസ്തുമാർഗം അടിമത്തം പോലെയുള്ള പല വിഷവൃക്ഷത്തെയും വെട്ടിവീഴ്ത്തുക എന്ന അപകടകാരിയായ ശ്രമത്തിൽ ഏർപ്പെടാതെ അതിൻ്റെ തൊലി ഉരിച്ച് അത് നശിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇന്നെല്ലാ ക്രിസ്തീയ രാജ്യങ്ങളിലും അത് നശിച്ചു കഴിഞ്ഞു. പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. അത് ദൃഷ്ടിസേവ എന്നതത്രേ. പൗലോസിൻ്റെ എഴുത്തുകളിലെ ഒരു പ്രത്യേക വാക്കാണിത്. അവൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കണ്ണ് വാച്ചിൽ അല്ലെങ്കിൽ ക്ലോക്കിലായിരിക്കരുത്. നിങ്ങളുടെ കണ്ണ് ക്രിസ്തുവിലായിരിക്കട്ടെ. അവനെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നു എന്ന വിധത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യണം. അവനെ സേവിക്കണം, ക്രിസ്തുവിനെ. അതത്രേ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്രകാരമുള്ള വീക്ഷണത്തോടെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത്. അതത്ര പൗലോസ് പറയുന്നത്. ചിലപ്പോൾ ദൈവമക്കൾ പോലും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതിൻ്റെയും കർത്താവിനെ സേവിക്കേണ്ടതിൻ്റെയും ആവശ്യത്തെക്കുറിച്ച് വളരെയേറെ സംസാരിക്കും. എന്നാൽ അവർ ഉദാസീനരാണ്. നിങ്ങൾ തൊഴിലിൽ ഉദാസീനരാണെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടവർ എന്ന് പറയുവാൻ ഒരിക്കലും കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ജീവിതത്തെ ഭിന്നസംഖ്യയിലെ ഏറ്റവും താണ ഛേദത്തിലേക്ക് കുറച്ചു കൊണ്ടുവന്നു. പൗലോസിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നത്, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് തൻ്റെ ദൃഷ്ടി, തൻ്റെ മനസ്സ്, തൻ്റെ ഹൃദയം, തൻ്റെ സകലവിധ താല്പര്യങ്ങളും യേശു ക്രിസ്തുവിൽ ഉറപ്പിച്ചിരുന്നു. അവൻ പറഞ്ഞ് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏകാഗ്രതയോടെ എന്നാണ്. യജമാനന്മാരെ അഥവാ മേലുദ്യോഗസ്ഥനെ ഭയപ്പെടണം എന്നല്ല, പിന്നെയോ ദൈവത്തെ ഭയപ്പെടണം എന്ന ആശയമാണ് ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത്. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. മനസ്സോടെ പ്രവൃത്തി ചെയ്യുകയാണ് വേണ്ടത്. ആത്മാർത്ഥത വേണമെന്ന് ചുരുക്കം. കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുകയില്ലെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായ പ്രവൃത്തിയാണ്. ഈ വേല ചെയ്യുന്നത് ശരിയാണോ, ഈ സ്ഥലത്ത് പോകുന്നത് ശരിയാണോ എന്നെല്ലാം ചിലർ ചോദിക്കാറുണ്ട്. ഇതാണ് അതിനുള്ള മാനദണ്ഡം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. എല്ലാ കാര്യങ്ങൾക്കും അത് പ്രായോഗികമായ പ്രമാണമാണ്. താല്പര്യത്തോടെ ഒരു ആരാധനയിൽ, അത് ഒരു പള്ളിയിൽ പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കുകയാണ് വേണ്ടത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ നാം എന്ത് ചെയ്താലും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം എന്ത് ചെയ്താലും മനുഷ്യർക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കരുത്. 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. ഒരുപക്ഷെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ അയാൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ കടപ്പെട്ടവനല്ലായിരിക്കാം. എങ്കിലും കർത്താവായ യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ അവന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നിങ്ങൾ അവനിലും അവൻ്റെ വകയുമാണ്. ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്ക് അവന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഭൂമിയിൽ നാം യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധികളാകയാൽ അവൻ്റെ പ്രതിനിധികൾ വിശ്വസ്തരായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അധികം അറിയപ്പെടാത്ത താഴ്മയുള്ള അനേകം വിശുദ്ധന്മാരുണ്ട്. നോക്കണം, അവർ തങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോട് വിശ്വസ്തരും, അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോട് വിശ്വസ്തരും, തങ്ങളുടെ ഭവനത്തോട് വിശ്വസ്തരും,
അങ്ങനെ എല്ലാ രംഗങ്ങളിലും അവർ വിശ്വസ്തരാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. എന്നാൽ കർത്താവ് അവരെ അറിയുന്നു. അവർക്കൊരു പ്രതിഫലം ലഭിക്കും. ചില ആളുകൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം കണ്ട് ഞാനും നിങ്ങളും അതിശയിക്കുവാൻ ഇടയാകും. നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവിക വേലയിൽ ഉദാസീനത കാണിക്കുന്ന അനേകം ആളുകളുണ്ട്. ശുശ്രൂഷയുടെ ശാപങ്ങളിൽ ഒന്ന് ഉദാസീനതയാണെന്നത്രേ എൻ്റെ വിശ്വാസം. ആരും കാണുന്നില്ല, ആരും നമ്മെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം ചിന്തിച്ചുകൂടാ. നാം കർത്താവായ യേശുവിനെയാണ് സേവിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം കൂടി നോക്കാം. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. ഇവിടെ നാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒരു ദിവസം ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. ശമ്പളം വാങ്ങിക്കൊണ്ട് കിടന്നുറങ്ങിയതും സമയം നഷ്ടപ്പെടുത്തിയതും എല്ലാം ഒരു ജോലിയിൽ നിന്ന് ശമ്പളം മേടിക്കുമ്പോൾ തന്നെ മറ്റൊരു ജോലിയിൽ നിന്നും ശമ്പളം മേടിക്കുന്നത്, അതാണ് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. ദൈവവേലയിലായിരിക്കുക എന്നത് വലിയൊരു പദവിയാണ്. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നതും ഒരു പദവി തന്നെ. എന്നാൽ ഇതൊന്നും താങ്കളെ ഒരു പ്രത്യേക വ്യക്തിയായി ചൂണ്ടിക്കാണിക്കുകയില്ല. കർത്താവ് നിങ്ങളെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തതയെ ആശ്രയിച്ചായിരിക്കും ന്യായം വിധിക്കുവാൻ പോകുന്നത്. സകലരും ഒരുപോലെ ന്യായം വിധിക്കപ്പെടും. ദൈവം ആരുടെയും മുഖം നോക്കുകയില്ല എന്നതോർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളായിരിക്കുന്ന സ്ഥാനത്ത്, കുടുംബത്തിലായിക്കൊള്ളട്ടെ, തൊഴിൽ രംഗത്തായിക്കൊള്ളട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ കഴിയുന്നുണ്ടോ? എന്താണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് അറിയാമോ? ഒരുപക്ഷെ ആരും കാണാത്തതായ രംഗങ്ങളിലായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മുടെ കുടുംബത്തിലുള്ള വിശ്വസ്തത, നമ്മുടെ തൊഴിൽ രംഗത്തുള്ള വിശ്വസ്തത, ഇതൊക്കെ നാം കാത്ത് പാലിക്കേണ്ടതാണ്. കാരണം പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവം ആ നല്ല പ്രതിഫലത്തിനായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളിക്ക് യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു മാതൃകാ പുരുഷനാകുന്നു. തന്നെ അനുഗമിക്കുന്നവർക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ടാകുന്നു അവിടുന്ന് പോയിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കർത്താവും ലോകവും പ്രതീക്ഷിക്കുന്നത് ആ മാതൃകയാകുന്നു. കർത്താവിനെ സേവിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്തരിക അർത്ഥവും അതുതന്നെയാകുന്നു. ക്രിസ്തുയേശു പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീനെന്ന് വിശുദ്ധ പൗലോസിനോട് ചേർന്ന് പറയുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.